വെൽക്കം ബാക്ക് ടു പേരിൻ്റെ വിസ്മയം. അപ്പോൾ നമ്മളിന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് മാസ്റ്റർ നമ്പേഴ്സിനെ കുറിച്ചാണ്. അതായത് 11, 22, 33, 44 ഇങ്ങനെയുള്ള മാസ്റ്റർ നമ്പേഴ്സിനെ കുറിച്ചിട്ട്. അപ്പോൾ 11ൻ്റെ കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അവർ സെൻസിറ്റീവാണ്, അവർ ആൾക്കാരുടെ മനസ്സ് വായിക്കാനുള്ള കഴിവുണ്ട് എന്നൊക്കെ. പക്ഷെ ഇവർക്കുള്ള ഒരു അനുഗ്രഹം തന്നെയാണ് മറ്റുള്ളവരുടെ മനസ്സ് വായിക്കുക. അതോടൊപ്പം അവർ സെൻസിറ്റീവായിട്ട് തന്നെ അവരുടെ ആ മനസ്സിനെ എപ്പോഴും ഉണർത്തിക്കൊണ്ട് തന്നെ, അതായത് മെഡിറ്റേഷനൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്, അങ്ങനെ തന്നെ അവർ കൊണ്ടുപോകുവാൻ സാധിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരു കാര്യത്തിന് എങ്ങനെ തീരുമാനം എടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഉപബോധ മനസ്സിൽ അതിനെക്കുറിച്ചിട്ടുള്ള ഐഡിയകൾ തെളിഞ്ഞു വരും എന്നാണ് പറയുന്നത്. അപ്പോൾ അവരുടെ മനസ്സ് പറയുന്നത് കേൾക്കുവാൻ തയ്യാറായി നിൽക്കണം. അതായത് ഈ 11 എന്ന എനർജിയിലുള്ളവർ. അപ്പോൾ കാരണം പല അത്ഭുതങ്ങളും ചിലപ്പം ഇത് എന്താ പറയുക, ബുദ്ധി, അതായത് ലോജിക്കലായിട്ട് ചിലപ്പോൾ ഒരു പക്ഷേ അത് അത്ര ക്ലിയർ ആവണമെന്നില്ല. പക്ഷേ ഇവരുടെ മനസ്സിൽ ഉദിച്ചു വരുന്ന കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലുള്ള ഒരു എനർജി തന്നെയാണ് 11. അതായത് ഭാവിയെക്കുറിച്ചിട്ട് കൃത്യമായിട്ട് തെളിഞ്ഞ് വരാൻ സാധ്യതയുള്ള ഒരു നമ്പറാണ് 11 എന്നത്. അത് തീർച്ചയായിട്ടും അവർ മെഡിറ്റേഷൻ വഴിയും അവരുടെ ആ ഒരു ഗുണത്തെ എൻഹാൻസ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ മാത്രമേ അല്ലേ അതിനൊരു ഗുണം ആക്കി കൊണ്ടുവരാൻ വേണ്ടി പറ്റുള്ളൂ. അല്ലാതെ പലതും തോന്നും, അപ്പോൾ റിയാലിറ്റി വേറെ ഒന്നാകും, അപ്പോൾ കൺഫ്യൂഷനാകും. ഇതല്ലേ ചെയ്യേണ്ടത്, ഇനി അതിൽ ഉറച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാകും. അതുപോലെ കൺഫ്യൂഷനായിട്ട് നിൽക്കാനുള്ള ഒരു അവസ്ഥയും അതിലുണ്ട്. അപ്പോൾ ആ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് പറയുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട് തയ്യാറാകുന്ന ഒരു മാനസിക സ്ഥിതി എപ്പോഴും സൂക്ഷിച്ചു കൊണ്ടുപോകണം എന്നർത്ഥം. അപ്പോൾ നമുക്ക് അടുത്തൊരു കോൾ വന്നിട്ടുണ്ട്. നമുക്ക് കോളിലേക്ക് പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം. ഹലോ, നമസ്കാരം. പേരിൻ്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഹലോ, ആരാണ് സംസാരിക്കുന്നത്? ആ, എവിടുന്നാണ് വിളിക്കുന്നത്? ഹലോ, പറഞ്ഞോളൂ, എവിടുന്നാണ് വിളിക്കുന്നത്? തൊടുപുഴ അല്ലേ? ഓക്കെ. ആ, പേര് പറയൂ. കുറച്ച് റേഞ്ചിലെടുക്ക് വന്ന് പറയൂ, അല്ലെങ്കിൽ നമ്മളിന്ന് സംസാരിച്ചിന്ന് തീരത്തില്ല. വല്ല റേഞ്ചുള്ള സ്ഥലത്തേക്ക് നിങ്ങളൊന്ന് മാറിയേക്ക്. അല്ല, എനിക്ക് കേൾക്കണ്ടേ? എനിക്ക് കൃത്യമായിട്ട് കേൾക്കുന്നില്ല ആണ് പറയുന്നത്. അത് സ്പീക്കർ ഒന്ന് ഓഫ് ആക്കും. സ്പീക്കർ ഓൺ ചെയ്തിട്ടുണ്ടോ? ആ, സ്പീക്കർ ഓഫ് ആയിട്ട് ഒന്ന് സംസാരിച്ച് അപ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും. ഹലോ, ഇപ്പൊ കേൾക്കാം. അപ്പൊ പേരെന്താ പറഞ്ഞത്? ജോണി എം ജെ. ജോണി എം ജെ, ഓക്കെ. അതാണ് ഫുൾ ആയിട്ടുള്ള പേര്. ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ ജോണി എം ജെയുടെ. 17/3/1961 അല്ലേ? ഓക്കെ, ഞാൻ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറയാം. ഒന്ന് ഹോൾഡ് ചെയ്യണേ. ശരി. ജോണി എം ജെ, JOHNY അല്ലേ? ജോണി എം ജെ. ആ ഒരു പേരിന് വലിയ ദോഷങ്ങളൊന്നും പറയാനില്ല. പക്ഷേ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ നമുക്കൊരു സഹജമായിട്ട് പറയേണ്ട ഒരു കാര്യം, പേഴ്സണാലിറ്റി 8, ലൈഫ് പാത്ത് നമ്പർ 1 വരുന്നത്. അപ്പോൾ 8ൻ്റെയും 1ൻ്റെയും കൂടിച്ചേരൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പൊതുവെ ഒരുപാട് അറിവും കാര്യങ്ങളൊക്കെ ശേഖരിക്കാൻ വേണ്ടി പറ്റുമെങ്കിലും അത് നമ്മുടെ ജീവിതത്തിൽ പലതും ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയും മറ്റുള്ളവർക്ക് അതിനെ കൊണ്ട് ഉപയോഗമുള്ള അപ്പോൾ മറ്റുള്ളവർക്ക് നിങ്ങൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ ഗുണങ്ങളും കാര്യങ്ങളുമായിട്ട് പോകാൻ വേണ്ടി പറ്റും. പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് നിങ്ങൾ സൂക്ഷ്മമായി പഠിക്കുന്ന കാര്യങ്ങൾ പോലും അത് ഉപയോഗപ്പെടുത്താനുള്ള ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടും. അതാണ്. പിന്നെ പൊതുവെ ഇതിൽ പറയേണ്ടതാണ്, നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്തൊന്നും ഒരു കാര്യം പൂർത്തീകരിക്കാൻ പറ്റാത്ത ഒരു കാലതാമസം, അനിശ്ചിതത്വം. അതെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ പറയാനുള്ളതാണ് ഈ പേഴ്സണാലിറ്റിയിലും ലൈഫ് പാത്തിലുള്ളത്. അപ്പോൾ ഈ ജോണി എം ജെ എന്ന് പറയുന്നത് വളരെ ദോഷമില്ലാത്ത ഒരു പേര് തന്നെയാണ്. അപ്പോൾ അങ്ങനെ
അപ്പോൾ ആ പേരുള്ളത് കൊണ്ട് തന്നെ നമുക്ക് മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ഒരുവിധം കുഴപ്പമില്ലാണ്ട് പിന്നെ പോകാനും പറ്റും. എന്താ പറയുക, അന്നുള്ള കാര്യങ്ങൾ പണി ചെയ്ത് അന്നന്ന് കാര്യങ്ങൾ കൊണ്ടുപോകുന്ന ആ ഒരു അവസ്ഥയും അല്ല, നിങ്ങൾ എന്ത് വർക്ക് ചെയ്യുന്നതാണെങ്കിലും അങ്ങനെ പോകാനുള്ള അവസ്ഥ അതിൽ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ജോണി എം ജെ എന്നുള്ള പേരൊക്കെ വേണമെങ്കിൽ ഒന്ന് നിങ്ങളൊരു ന്യൂമറോളജിസ്റ്റിൻ്റെ അടുത്ത് തന്നെ പോയിട്ട് അത് ചെയ്യേണ്ടി വരും. അങ്ങനെ പോയിട്ട് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അതിനൊരു ഗുണമായിട്ട് വരും. അപ്പോൾ പൊതുവേ നമ്മുടെ പേഴ്സണാലിറ്റിയിലിട്ടും പിന്നെ ലൈഫ് പാത്തിൽ സൂര്യൻ്റെ എനർജിയാണ്. അതായത് ശനിയുടെ സൂര്യൻ്റെ എനർജി പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനും മകനും ആണെങ്കിൽ തന്നെ അത്ര ഒരു സുഖത്തിലായിരിക്കില്ല ആ ഒരു എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ആ ഒരു ഇത് ലൈഫിലും കളർ അതാണ് അറിയേണ്ടത്. അപ്പോൾ ഇതിലത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ലക്കി നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 തന്നെയാണ്. 5, 1 ഇത് രണ്ടും ഏറ്റവും ഭാഗ്യദായകമായിട്ടുള്ള നമ്പേഴ്സാണ്. 51 കുഴപ്പമില്ല, അതൊരു 2ാം സ്ഥാനമുള്ള 6ൻ്റെ എനർജിയുള്ള നമ്പറാണ്. 51 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5ൻ്റെ എനർജിയോ അല്ലെങ്കിൽ 1ൻ്റെ എനർജിയോ അല്ല, 6ൻ്റെ എനർജിയാണ്. 5 + 1 6ആണ്. ശുക്രൻ്റെ എനർജിയാണ്. അതും കുഴപ്പമില്ല, അത് നിങ്ങൾക്ക് സംബന്ധിച്ചിടത്തോളം സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു എനർജി തന്നെ. 51 5 പറഞ്ഞു കഴിഞ്ഞാൽ വളരെ. അപ്പോൾ 6ൻ്റെ ഏറ്റവും നല്ല നമ്പർ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇപ്പം 6ൻ്റെ 15 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6ൻ്റെ നമ്പറാണ്. 24 6ൻ്റെ നമ്പറാണ്. 33 6ൻ്റെ നമ്പറാണ്. അതുപോലെ 42 6ൻ്റെ നമ്പർ. ഇതെല്ലാം 4 + 2 6, 3 + 3 6, എല്ലാം 6 കിട്ടുന്നതാണ്. അതായത് 15 24 33 42 51 60 69 ഇതെല്ലാം 6ൻ്റെ എനർജിയാണ്. പക്ഷേ അതിലത്തെ ഒരു വൺ ഓഫ് ദ ലക്കിയസ്റ്റ് ഏഞ്ചൽ നമ്പർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 33 ആണ്. 33 എന്ന് പറഞ്ഞ നമ്പർ ഒരു അത്ഭുതങ്ങൾ കാണിക്കുന്ന ഒരു ഏഞ്ചൽ നമ്പറാണ്. മനസ്സിലായോ? അത് അങ്ങനെയുള്ള ഒരു പവർ ഉണ്ട് അതിന്. എന്ന് വെച്ചിട്ട് 42 അത്ര ദോഷമല്ല. പക്ഷെ 33 വരുമ്പോഴേക്കും എല്ലാം അതിന്റെ പുറകിൽ നിൽക്കണം. അതുപോലെയുള്ള ഒരു പവറുള്ള ഒരു നമ്പറാണ് 33. അതെ, അതും 6ആണ്. പക്ഷെ 6ൻ്റെ അത് 6 കിട്ടിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് ഏറ്റവും ബെസ്റ്റ് ആണല്ലോ എന്ന് അതാണ് പറയുന്നത്. ഓരോ നമ്പറിനെയും കൂടിച്ചേരൽ, ഓരോ സംയുക്ത സംഖ്യകൾക്കും വ്യത്യസ്തമായിട്ടുള്ള എനർജിയാണ്, വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവമാണ് പറയേണ്ടത്. അതായത് 42 6 കിട്ടും എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ 33 അല്ലെങ്കിൽ 15 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 കിട്ടും, 5 1 പക്ഷേ 15 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാർമിക് നമ്പറാണ്. അങ്ങനെ ഓരോ നമ്പറിനും പ്രത്യേകതകളുണ്ട്. 6 കിട്ടുന്നുണ്ട് മാത്രം നോക്കിയിട്ടും കാര്യമില്ല. അപ്പോൾ നിങ്ങളിപ്പോൾ എൻ്റെ ഉള്ള ചോദ്യം വന്നത് ഈ 33 ആണോ 42 ആണോ നല്ലതെന്ന് ചോദിക്കുമ്പോൾ 33 പറയുള്ളൂ ഏറ്റവും ബെസ്റ്റ്. ഓക്കെ, അത് മാത്രം പോരാ. നമ്മളൊരു പേരിൽ 33 എന്ന് പറഞ്ഞല്ല, 33 അതായത് 6 ഓപ്പോസിറ്റ് ഉള്ളവർക്ക് 33 ഉപദ്രവം ചെയ്യും. അതുപോലെ ഒരു പേരിനകത്ത് 36 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നമ്പറാണ്. അത് 9ൻ്റെ നല്ല നമ്പറാണ്. അതല്ലാതെ അത് 36 എന്നൊക്കെ എല്ലാവർക്കും ഒന്നും എടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു നമ്പറേ അല്ല. പല ആൾക്കും ഓപ്പോസിറ്റ് 36 6ൻ്റെ എനർജി അല്ലല്ലോ. 3 6 9 ആണല്ലോ. 9ൻ്റെ എനർജി ആണല്ലോ വരുന്നത്. 9ൻ്റെ എനർജിയിൽ പെടുന്ന ഒരു നല്ല നമ്പറാണ്. 9 നിങ്ങൾക്ക് ലക്കി ആണെങ്കിലേ അത് നിങ്ങൾക്ക് ലക്കി ആയിട്ട് വരുള്ളൂ. 9 ഭാഗ്യദായകമായിട്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 33 നല്ലതാണ്. അതുപോലെ തന്നെ 5ൻ്റെ എനർജിയും നല്ലതാണ്. ഞാൻ ആദ്യം പറഞ്ഞ 5നെ കുറിച്ച് ശ്രദ്ധിച്ചിട്ടേ ഇല്ല. നിങ്ങൾക്ക് 6നെ കുറിച്ചിട്ടാണ് അറിയാൻ താല്പര്യം. 5 നല്ല നമ്പറാണ്. 5 അത് എങ്ങനെ വേണമെങ്കിൽ എടുക്കാം. 14 23 32 41 50 59 ഇതെല്ലാം 5ൻ്റെ നമ്പറാണ്. അപ്പോൾ അതിലും ഏറ്റവും ബെസ്റ്റ് നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 23 ഭയങ്കര നല്ല നമ്പറാണ്. 50 നല്ല നമ്പറാണ്. അതേസമയം 41 വളരെ പവർഫുൾ ആയിട്ടുള്ള നമ്പറാണ്. ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയുടെ ഒക്കെ നമ്പർ 41 അത് ഭയങ്കരമായിട്ട് ഭരിക്കാനൊക്കെ ഉള്ള പവർ ഉണ്ട്. അതുപോലെ ഓരോ 50 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സച്ചിൻ ടെണ്ടുൽക്കറിന്റെ നമ്പറാണ്. 50 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും അതേപോലെ ഭയങ്കരമായിട്ട് തിളങ്ങി നിന്ന ഒരു നമ്പറാണ്. അങ്ങനെ ഓരോ നമ്പറിനും പ്രത്യേകതയുണ്ട്. ഓക്കെ, 33 നല്ലതാണ്. അതെ, 33 നല്ലതാണോ എന്ന് ചോദിച്ചപ്പോൾ നല്ലതാണ് എന്ന് പറഞ്ഞേ ഉള്ളൂ. അതല്ലാതെ നല്ല നമ്പറും വേറെ ഉണ്ട്. ഞാൻ ഇപ്പം പറഞ്ഞതിൽ 5 നല്ലതാണ്. എന്തായാലും പേരിന്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ സന്തോഷം. എന്തായാലും ന്യൂമറോളജി ഇതുപോലെ അറിയണം. കളറ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗ്രേ കളർ നല്ലതാണ്. സിൽവറിന്റെ കളറല്ലേ, സിൽവർ
അത് നല്ലതാണ്. ലൈറ്റ് ബ്ലൂ നല്ലതാണ്, പച്ച ഗ്രീൻ നല്ലതാണ്, യെല്ലോ കളറും നല്ലതാണ്. അതിൽ ഏറ്റവും ബെസ്റ്റ് സിൽവർ കളർ ഗ്രേ. ഓക്കെ, ബുധന്റെ എനർജി കേട്ടോ. അത് കുറച്ച് വേഗതയൊക്കെ നിങ്ങൾക്ക് തരും, ഇന്ന് കുറച്ച് മന്ദതയൊക്കെ കുറച്ച് വേഗത തരും കാര്യങ്ങൾക്ക്. ഓക്കെ, എന്തായാലും പേരിന്റെ അത് സിൽവർ കളർ ഗ്രേ. കുറച്ചുകൂടി വേഗതയിൽ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. എന്തായാലും പേരിന്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ സന്തോഷം. എന്തായാലും ഈ ന്യൂമറോളജിനെ കുറിച്ചിട്ട് കുറെ മനസ്സിലാക്കി വെച്ച വ്യക്തി തന്നെയാണെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. കാരണം ഇതൊക്കെ നമ്മുടെ ലൈഫിൽ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന പല പല കാര്യങ്ങളാണ് ചോദിച്ച് മനസ്സിലാക്കിയത്. എന്തായാലും കളറ് മനസ്സിലാക്കി കഴിഞ്ഞു. ഓക്കെ, എന്തായാലും വളരെ സന്തോഷം. ഓക്കെ, വളരെ സന്തോഷം പേരിന്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ. അതെ അതെ അതെ, നമ്മൾ ഓക്കെ, അത് നമ്മളെ ന്യൂമറോളജിയിൽ അതിന്റെ എനർജി വെച്ചിട്ട് പറയുന്നതാണ്. പക്ഷെ നമുക്ക് അതുകൊണ്ട് എന്താ, ഇതിനെ കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ പേരിൽ മാറ്റം വരുത്തിക്കൊണ്ട് നമുക്ക് കൂടുതൽ ഗുണങ്ങളെ നമുക്ക് എങ്ങനെ കൊണ്ടുവരാം എന്നാണ് നോക്കേണ്ടത്. അതായത് നമ്മൾ കഴിഞ്ഞ കാര്യം പേര് ഇപ്പം ഇത് നോക്കിയിട്ട് ഒരു ബെസ്റ്റ് ആയിട്ട് പറയാൻ പറ്റിയില്ല. അപ്പോൾ അത് നിങ്ങളൊരു ന്യൂമറോളജിസ്റ്റിന്റെ അടുത്ത് തന്നെ പോയിട്ട് ചെയ്യേണ്ടി വരും കേട്ടോ. ഇപ്പൊ ഈ ഒരു കുറഞ്ഞ സമയത്തിന് നമുക്ക് ചെയ്യാനില്ല. ഇപ്പൊ നമുക്ക് ഓൾറെഡി കോൾ വെയിറ്റിംഗിലാണ്, അടുത്ത ആൾക്കാരും വെയിറ്റിംഗിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഉള്ളത് അവസ്ഥ കുഴപ്പമില്ലാത്ത ഒരു അവസ്ഥയിലാണ് ഉള്ളത്. ഒരു 10-70% നല്ലതാണ്. അപ്പോൾ നിങ്ങളത് ഒരു 100% ആയിട്ട് മാറ്റണമെങ്കിൽ നിങ്ങളൊരു ന്യൂമറോളജിസ്റ്റിന്റെ അടുത്ത് വരിക, എന്നിട്ട് സംസാരിക്കുക. ഇനി അതല്ല എന്നുമായിട്ട് കോൺടാക്ട് ചെയ്യണമെങ്കിൽ ഈ പ്രോഗ്രാമിന്റെ അവസാനം എൻ്റെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതെ അതെ അതെ. ഓക്കെ, എന്തായാലും വളരെ സന്തോഷം. ഓക്കെ ഓക്കെ. അപ്പോൾ എന്നെ മിസ്റ്റർ ജോണിയാണ് വിളിച്ചത്. ജോണിക്ക് എന്തായാലും തീർച്ചയായിട്ടും എന്നെ പ്രായമുള്ള വ്യക്തിയാണ്. എന്തായാലും അദ്ദേഹത്തിന് ന്യൂമറോളജിയെ കുറിച്ചിട്ടും ന്യൂമറോളജിനെ ഫോളോ ചെയ്യുന്ന വ്യക്തിയാണെന്ന് തോന്നുന്നു. എന്തായാലും അദ്ദേഹത്തിന് ലക്കിയസ്റ്റ് ആയിട്ടുള്ള കളറും പേരിനെ നമുക്ക് ബെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. ഇനിയിപ്പോൾ ആ MGൻ്റെ ഒക്കെ ഫുൾ ഫോം നോക്കണം. കാരണം അടുത്ത കോള് നമുക്ക് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പൊതുവെ 8 and 1 വരുന്നവർ പേഴ്സണാലിറ്റിയിൽ 8ഉം ലൈഫ് രണ്ടും ലീഡർഷിപ്പിൻ്റെ എനർജിയാണ്. അതേസമയം അവർക്ക് ഒരുപാട് അറിവുകൾ ശേഖരിക്കാൻ വേണ്ടി പറ്റും. ഏതെങ്കിലും ഒരു കാര്യം, ഇപ്പം ഇദ്ദേഹം ന്യൂമറോളജിനെ കുറിച്ചിട്ട് ഇപ്പം തന്നെ സംസാരിച്ച് കേട്ടല്ലോ. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞാൽ അതിനെ കുറിച്ചുള്ള കൂടുതൽ 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 പഠിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാകുന്ന ഒരു എനർജിയാണ്. അത് ഇതിന് മാത്രമല്ല, ഏത് മേഖലയിൽ പോയി കഴിഞ്ഞാലും അതിനെക്കുറിച്ച് ആഴത്തിൽ പഠിക്കും. ഏത് വിഷയത്തിലും ഇപ്പം അദ്ദേഹത്തിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള അറിവുകൾ നമ്മളോട് പറയാൻ വേണ്ടി തുടങ്ങും. പക്ഷെ അങ്ങനെയൊക്കെയുള്ള കഴിവുകളുണ്ടെങ്കിലും ഈ കാരിയറിലേക്ക് വരുമ്പോൾ ഈ അറിവുകളൊന്നും പിന്നെ സ്വയം ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ കാണുന്നു. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. അതേസമയം ഇദ്ദേഹത്തിൻ്റെ അടുക്ക പോയിട്ട് വേറൊരാൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങൾ നൽകും. അദ്ദേഹത്തിന് ഈ കാര്യങ്ങൾ കൊണ്ട് ഉയരാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്യണം? കൃത്യമായിട്ടുള്ള ഒരു പേര് വെച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ഈ എനർജി ഇദ്ദേഹത്തിന് തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഉയരങ്ങളിലേക്ക് പോകുവാൻ വേണ്ടി സാധിക്കും. ഇല്ലെങ്കിൽ നമ്മളെന്താ ഇങ്ങനെ ഒരു സ്ഥലത്തുനിന്ന് കറങ്ങിക്കൊണ്ടേ ഇരിക്കും. അപ്പോൾ അതൊക്കെയാണ് ആ ന്യൂമറോളജിയിലത്തെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മാസ്റ്റർ നമ്പേഴ്സിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ മാസ്റ്റർ നമ്പറിൻ്റെ 11 കുറിച്ചിട്ട് ഞാൻ ഓൾമോസ്റ്റ് പറഞ്ഞ് കഴിഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് മാസ്റ്റർ നമ്പറായ 22 കുറിച്ചിട്ടാണ്. അതിനു മുമ്പായി നമുക്കൊരു ചെറിയ ബ്രേക്കിന് പോയിട്ട് പെട്ടെന്ന് വരാം. വെൽക്കം ബാക്ക് ടു പേരിൻ്റെ വിസ്മയം. നമ്മളിന്ന് മാസ്റ്റർ നമ്പേഴ്സിനെ കുറിച്ചിട്ട് ഇങ്ങനെ സംസാരിച്ച് വരികയാണ്. അപ്പോൾ ഇനി 22 കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ പറയാം. 22, അതായത് ഒരാൾ ജനിച്ചത് 22-ാം തീയതി ആകാം. ഇനി അതല്ലെങ്കിൽ അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് മുഴുവൻ കൂട്ടുമ്പോൾ 22 ആയിരിക്കും കിട്ടുന്നത്. അല്ലെങ്കിൽ അവരുടെ ഡേറ്റ്, മാസം, വർഷം ഇതെല്ലാം കൂട്ടുമ്പോൾ ചിലപ്പോൾ 22 ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന വ്യക്തികളുടെ ആദ്യത്തെ എനർജി പറയേണ്ടത് അവർ മാസ്റ്റർ ബിൽഡർ എന്നാണ് അതിനെ പറയേണ്ടത്. അതായത് ഏത് കാര്യങ്ങളും പുതിയതായിട്ടുള്ള കാര്യങ്ങളെ സൃഷ്ടിക്കാൻ വേണ്ടി സാധിക്കുന്നവരാണ്. പ്രത്യേകിച്ച് ബിസിനസ്സിൽ, അതുപോലെ നമ്മൾക്ക് കാഴ്ചയിൽ തന്നെ പല പല കാര്യങ്ങളും സൃഷ്ടിക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു എനർജിയാണ്. അതായത് 22 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം, 2ൻ്റെ റിപ്പീറ്റേഷൻ. അത് വരുന്നത് രാഹുവിൻ്റെ എനർജിയാണ്. രാഹുവിൻ്റെ എനർജീൻ്റെ ഒരു പ്രത്യേകത എന്താണ്? ലോജിക്കലാണ്. എല്ലാ കാര്യത്തിനെ കുറിച്ചിട്ടും കൃത്യമായിട്ടുള്ള അല്ലെങ്കിൽ വ്യക്തമായിട്ടുള്ള ഒരു ധാരണയുള്ള ഒരു എനർജി ആയിരിക്കും.
4 എന്നത്. അതിനിപ്പം 4ൻ്റെ മറ്റ് നമ്പേഴ്സിനും ഈ ഗുണങ്ങൾ കാണും. 4-ാം തീയതി ജനിച്ചവർ, 13-ാം തീയതി ജനിച്ചവർ, അതുപോലെ 31-ാം തീയതി ജനിച്ചവർ, അതുപോലെ 22. അപ്പോൾ ഇതിനെല്ലാം ഈ ഒരു പൊതു സ്വഭാവം എന്തായാലും കാണും. ലോജിക്കലായിട്ടും അതായത് വസ്തുനിഷ്ഠമായിട്ട് വിലയിരുത്താനുള്ള ഒരു കഴിവ്. അതായത് അവർ വലിയ ഇമോഷൻ്റെ പുറകെയോ ഇതിലോ പോവില്ല. അതിന് സത്യസന്ധമായിട്ട് രീതിയിൽ ഒരു കാര്യത്തിനെ കാണുവാൻ വേണ്ടി സാധിക്കും. എല്ലാവർക്കും അങ്ങനെ സാധിക്കില്ല. നമ്മൾ പൊതുവെ ഒരു സാധനത്തെ ഒരു പുഷ്പത്തിനെ കാണുമ്പോഴേക്കും എന്താ പറയുക, ചിലവർ അതിൻ്റെ സൗന്ദര്യമായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ മണമായിരിക്കും, അല്ലെങ്കിൽ ആ കാണുന്ന സമയത്ത് തന്നെ അവർ മറ്റൊന്നായിരിക്കും ചിന്തിക്കുക. അതായത് ഈ പൂവല്ലേ മറ്റൊരു സ്ഥലത്തുണ്ടായത്, അത് അല്ലെങ്കിൽ അതിൻ്റെ പുറകിലുള്ള അവർക്കുണ്ടായ ഒരു സ്റ്റോറി ആയിരിക്കും ഓർക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് ആ ഒരു പുഷ്പത്തിനെ പുഷ്പമായിട്ട് കാണാൻ വേണ്ടി പറ്റണം. ഓരോ വ്യക്തിയും അത് വ്യത്യസ്ത രീതിയിലാണ് അതിനെ ആസ്വദിക്കുന്നതെന്ന് അർത്ഥം. പക്ഷേ കാഴ്ച ഒന്ന് തന്നെ. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ കാണേണ്ടത് അത് എന്താണ്, പുഷ്പത്തിനെ പുഷ്പമായിട്ടും അതിൻ്റെ മണം ആസ്വദിക്കാനും ആണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അതാണ് അതിൻ്റെ റിയാലിറ്റി. അതുപോലെ റിയാലിറ്റിയുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുള്ള ആൾക്കാരായിരിക്കും തീർച്ചയായിട്ടും ഈ 4, സ്പെഷ്യലി 22 എന്നുള്ളത്. അതുപോലെയുള്ള കാര്യങ്ങളെ ലോജിക്കലായിട്ട് അതിനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു എനർജി ഉണ്ട്. അങ്ങനെ റിയാലിറ്റീനെ നമുക്ക് അതുപോലെ കാണാൻ പറ്റുന്നതുകൊണ്ടാണ് ഇതുപോലെ റിയലായിട്ടുള്ള കാര്യങ്ങളെ സൃഷ്ടിക്കാൻ പറ്റുന്നത്, അല്ലേ? അങ്ങനെ കാണുന്നവർക്കേ അത് സൃഷ്ടിക്കാനും പറ്റുള്ളൂ. അതുപോലെ അത്രയും പവർഫുള്ളായിട്ടുള്ള ഒരു എനർജി തന്നെയാണ് 22 എന്നത്. അപ്പോൾ നമുക്കൊരു കോൾ വന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് കോളിലേക്ക് പോകാം. ഹലോ, നമസ്കാരം. പേര് വിസ്മയത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഹലോ. ഹലോ. എൻ്റെ പേര് അഞ്ജിത എന്നാണ്. അഞ്ജിത PG അല്ലേ? എവിടുന്നാണ് അഞ്ജിത PG വിളിക്കുന്നത്? തൃശ്ശൂർ. ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. അഞ്ജിതയുടെ കാര്യം അറിയാൻ വേണ്ടിയിട്ടല്ലേ? അതെ, എൻ്റെ കാര്യം അറിയാൻ വേണ്ടിയിട്ടാ. ഓക്കെ. ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത് April 30, 1998. 30/3/1998 അല്ലേ? ആ. അഞ്ജിത PG. ഒന്ന് ഹോൾഡ് ചെയ്യണേ അഞ്ജിത, ഞാൻ ചെക്ക് ചെയ്യട്ടെ. അഞ്ജിത കേൾക്കാമോ? കേൾക്കാം. 1998 എന്നല്ലേ പറഞ്ഞത്? ഓക്കെ. അപ്പോൾ പേഴ്സണാലിറ്റി നമ്പർ 3, ലൈഫ് പാത്ത് നമ്പർ 6 വരുന്നത്. 3ൻ്റെയും 6ൻ്റെയും ഒരു കൂടിച്ചേരലാണ്. അപ്പോൾ അഞ്ജിത PG എന്നുള്ളത് പിന്നെ ഇതിനെ സംബന്ധിച്ചിടത്തോളം വളരെ ദോഷമുള്ള പേരൊന്നുമല്ല. അതാണ് പറയാനുള്ളത്. അത് 29 വരുന്നതാണ്. 29 എന്ന് പറയുമ്പോഴേക്കും ഒരു ഇത് 2 വലിയ എനർജീസാണ് ഉള്ളത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു പവർഫുള്ളായിട്ടുള്ള പേരല്ല. ഒരു 50% പകുതി മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഒരു പകുതിയോളം നല്ല ആണെന്നുണ്ടെന്ന് പറയാം. പിന്നെ അപ്പോൾ അതിന് ഒരു ശക്തമായിട്ടുള്ള ഒരു പേര് നിർബന്ധമാണ്. മനസ്സിലായോ? അപ്പോൾ ഈ 2, അതായത് 3ഉം 6ഉം, അപ്പോൾ അത് പരസ്പരം സപ്പോർട്ടീവ് അല്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ നല്ലൊരു പേരുണ്ടാകുമ്പോഴും ഈ 2 എനർജിയും വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഗുണങ്ങൾ ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഗുണങ്ങളെ നമുക്ക് അനുഭവിക്കാനും പറ്റും. അപ്പോൾ ഈ 2ൻ്റെ എനർജിയിൽ വരുന്ന ഈ പേരിന് അതിന് മാത്രം ശക്തിശാലിയല്ല. അതാണ് പറയേണ്ടത്. അപ്പോൾ അഞ്ജിതക്ക് എന്താണ് പേരിൻ്റെ കൂടെ നമുക്ക് വേറെന്താ മാറ്റം വരുത്താൻ വേണ്ടി പറ്റുക? പേരിൻ്റെ കൂടെ നമുക്ക് എന്തെങ്കിലും മാറ്റം വരുത്താൻ പറ്റുമോ? അതിൻ്റെ കൂടെ ANJITHA അല്ലേ അഞ്ജിത? ഓക്കെ. അപ്പോൾ PG അല്ലെങ്കിൽ ഫാദറിന്റെ പേര് വെച്ചിട്ട് നോക്കാം. അല്ലെങ്കിൽ ഗണേശൻ. P അമ്മയുടെ പേരാണോ? ഹസ്ബൻഡിന്റെ പേര് ചേർക്കുമ്പോ അത് ഓക്കെ. എന്താണ് ഹസ്ബൻഡിന്റെ പേര്? അത് നോക്കാം നമുക്ക്. സോമിഷ്. SOMISH. സോമേഷ്. അത് നമുക്ക് ഒരു നല്ല പേരാക്കണമെങ്കിൽ അഞ്ജിത എന്നുള്ളത് ANJIDA അഞ്ജിത DA എന്നാക്കിയിട്ട് പിന്നെ
ടി ആക്കണം അല്ലേ? ടി എന്നല്ല, ഡി എ, അഞ്ചിധ അല്ലേ? താ എന്ന് പറഞ്ഞാൽ ഒരു പ്രൊനൗൺസിയേഷൻ കിട്ടണമെങ്കിൽ ഡി എ, ടി ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒന്നുകൂടി ഞാൻ നോക്കട്ടെ, ടി ആണോ നല്ലത്, ഡി ആണോ? ടി, അഞ്ചിത, ടി എച്ച് ഒഴിവാക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, എന്നെ സോമേഷ് എന്നുള്ള പേര് ചേർക്കുക. അപ്പോഴേ ഒരു നല്ല പേരായിട്ട് വരുന്നുണ്ട്. ഒരുവിധം കുഴപ്പമില്ലാതെ ഒരു 80% ബെസ്റ്റായിട്ടുള്ള പേര് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു എച്ച് മാറ്റണമെങ്കിൽ കുറച്ച് പണിയുണ്ട്, റെക്കോർഡിക്കലി മാറ്റണമെങ്കിൽ. പിന്നെ സോമേഷ് എന്ന് മാത്രം ഇടുന്നതെങ്കിൽ പണിയില്ല, കാരണം എന്നെ ഹസ്ബൻഡിൻ്റെ പേര് ആധാർ കാർഡിൽ അപ്ഡേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. പക്ഷേ എച്ച് മാറ്റണമെങ്കിൽ കുറച്ച് പണിയുണ്ട്. അതിന് എച്ച് മാറ്റാതെ അത് ഇട്ടതിനെ കൊണ്ട് പിന്നെ ഒരു 50% പേര് ഒരു 60% ബെസ്റ്റ് ആകും ഇപ്പോൾ ഉള്ളതിനെക്കാണ്. 60%, 70% എന്നൊക്കെ പറയാം. ഓക്കെ, എക്സ്ക്യൂസ് മീ. അപ്പോൾ അങ്ങനെ അതാവും. ഇനി ആ എച്ച് മാറ്റിക്കൊണ്ടുള്ള പേരിട്ട് കഴിഞ്ഞാൽ ഒരു 80-90 സമയം നോക്കണമെങ്കിൽ ഒരു ഞാൻ പറയാം. അപ്പോൾ പിന്നെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ള കാര്യങ്ങൾ ഈ വർഷം ചെയ്യാൻ വേണ്ടി തുടങ്ങിക്കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള അനുകൂലമായിട്ടുള്ള ഫലം പ്രതീക്ഷിക്കാം. ഇതുപോലെ എന്തെങ്കിലും പ്ലാനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടോ കഴിഞ്ഞ വർഷങ്ങളിൽ? അപ്പോൾ തീർച്ചയായിട്ടും അത് ഈ വർഷം ശക്തമായിട്ട് അതുമായിട്ട് ഇറങ്ങിക്കോളൂ. തീർച്ചയായിട്ടും അനുകൂലമായിട്ടുള്ള ഫലം തന്നെ പ്രതീക്ഷിക്കാം. നമ്മൾ മടിച്ചു നിൽക്കേണ്ട കാര്യമില്ല. അതുപോലെ ഈ പേരിലും ഇതുപോലെ ഒരു മാറ്റം വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ഇറങ്ങിക്കോളൂ. കൂടുതൽ എളുപ്പമാകും കാര്യത്തിന്. കാരിയറിനെ പറ്റിയിട്ടാണോ? കാരിയർ നമ്മൾ ആദ്യം പറഞ്ഞ ആ പേര് വെച്ച് പോകുമ്പോഴേക്കും എല്ലാറ്റിനും താമസം, നമ്മൾ ഇമോഷണലി അത്ര ഒക്കെയാണ് അതിന് പറയേണ്ടത്. കാരിയറിൽ എന്തായാലും നിങ്ങൾക്ക് പിന്നെ ഒരു ആൾക്കാരെ പഠിപ്പിക്കാൻ, അല്ലെങ്കിൽ ടീച്ചിങ് ഫീൽഡ്, അല്ലെങ്കിൽ മറ്റുള്ളവരെ പഠിപ്പിക്കാനൊക്കെയുള്ള വളരെ പവർഫുള്ളായിട്ടുള്ള എനർജി ഇതിലുണ്ട്. മാസ്റ്ററായിട്ടിരിക്കാനുള്ള ഏത് ഫീൽഡിലും, അതിന് ഏത് ഫീൽഡിൽ ഇറങ്ങിക്കഴിഞ്ഞാലും അതിൽ മാസ്റ്റർ ആകാനുള്ള എനർജി ഇതിലുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഈ വർഷം നിങ്ങൾക്ക് കാരിയർ ലെവലിലേക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിലേക്കൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ കൂടുതലായിട്ടും അനുകൂലമായിട്ടുള്ള ഫലം പ്രതീക്ഷിക്കാം. അതാണ്. പിന്നെ ക്രിയേറ്റീവായിട്ടുള്ള മേഖലയും നിങ്ങൾക്ക് സപ്പോർട്ടീവാണ്. ഓക്കെ. പിന്നെ നിങ്ങളെന്താ മെഡിക്കൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണോ ഫോളോ പഠിച്ചത്? അക്കൗണ്ടന്റ് ആണ് അല്ലേ? ഓക്കെ. എന്തായാലും നിങ്ങൾക്ക് ഈ വർഷം അനുകൂലമായിട്ടുള്ള ഫലം തന്നെ പ്രതീക്ഷിക്കാം. നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഫലം പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അത് എന്താ പറയുക, കഴിഞ്ഞ വർഷങ്ങളിലത്തെ പ്ലാനിങ് ആണ് ഈ വർഷം ഫലപ്രദമായിട്ട് വരിക. അതാണ് ഇതിൽ പറയേണ്ടത്. അപ്പോൾ അതുമായിട്ട് മുന്നോട്ട് പോയിക്കോളൂ. അതുപോലെ പേരിൽ ഈ ഒരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ ജീവിതം കുറേ കൂടി എളുപ്പമാകും. എളുപ്പമാക്കിയിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റും. ഓക്കെ. എന്തായാലും പേരിൻ്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ സന്തോഷം. അഞ്ചിത സോമിഷ് ആണ് വിളിച്ചത്. അപ്പം പേരങ്ങനെയല്ലോ. ഓക്കെ. എന്തായാലും തൃശ്ശൂരിൽ നിന്ന് അഞ്ചിതയാണ് വിളിച്ചത്. അപ്പോൾ ഈ ഞാൻ നേരത്തെ തൊട്ട് മുമ്പേ അല്ല 2 കോൾ മുമ്പേ വിളിച്ചതും ഇതേപോലെ 3ഉം 6ൻ്റെയും ഒരു കൂടിച്ചേരലായിരുന്നു. അതിൻ്റെയും പേരിൻ്റെ എനർജി കൃത്യം 2ൻ്റെ എനർജിയിലായിരുന്നു. 2ൻ്റെ എനർജി മാത്രമല്ല, 2ൻ്റെ തന്നെ 29 എന്നുള്ള എനർജിയിലായിരുന്നു. അപ്പോൾ അതാണ് പറയുന്നത്, അതത്ര ശക്തിശാലിയല്ല. പേഴ്സണാലിറ്റിയും നമ്പറും ലൈഫ് പാത്ത് നമ്പറും 3ഉം 6ഉം നിൽക്കുമ്പോഴേക്കും അതിൻ്റെ ഇടയിൽ തീരെ കുഴപ്പമില്ല, പേര് കുഴപ്പമില്ല. എന്നിരുന്നാലും അതൊരു ശക്തിശാലിയായിട്ട് ഇരിക്കില്ല. നമുക്ക് പല കാര്യത്തിനും താമസം ആണ് ഫലം പറയേണ്ടത്. അതേസമയം ഇവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് പ്രകാരം, അതെല്ലാവർക്കും അതുപോലെയല്ല, ഇവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് പ്രകാരം ഈ ചെയ്യുന്ന വർഷങ്ങളിൽ വേഗത്തിൽ കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയാനുള്ളത്. കാരണം ഉദ്ദേശിക്കുന്ന കാര്യത്തിന് അതിനനുകൂലമായിട്ടുള്ള ഒരു ഫലം തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അതാണ് അതിൽ പറഞ്ഞു വന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് മാസ്റ്റർ നമ്പേഴ്സിനെ കുറിച്ചിട്ടാണ്. മാസ്റ്റർ നമ്പേഴ്സ്, അതായത് 11, 22, 33, 44 എന്ന മാസ്റ്റർ നമ്പേഴ്സിനെ കുറിച്ച്. മാസ്റ്റർ നമ്പർ വന്നു കഴിഞ്ഞാൽ, ഒരാളുടെ ഡേറ്റ് ഓഫ് ബർത്തിൽ വന്നു കഴിഞ്ഞാൽ ടോട്ടൽ കൂട്ടിയിട്ടാകാം, അല്ലെങ്കിൽ ജനിച്ച ദിവസം തന്നെയാകാം. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഫലങ്ങളാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ 22 വന്നു കഴിഞ്ഞാൽ മാസ്റ്റർ ബിൽഡേഴ്സ് ആണെന്ന് പറഞ്ഞു.
രാഹുവിൻ്റെ എനർജി ഉണ്ട്. ഒപ്പം തന്നെ അവർ ഒരു മാസ്റ്റർ ബിൽഡേഴ്സ് ആണ്. യുക്തിസഹജമായ ചിന്താരീതിയും പിന്നെ അതുപോലെ ഒരു എല്ലാറ്റിനും സുസ്ഥിരമായിട്ടുള്ള ഒരു അടിത്തറ അവർക്ക് ഉണ്ടാകും. എല്ലാത്തിലും അതിനെക്കുറിച്ചിട്ട് കൃത്യമായിട്ട് പഠിച്ചിട്ട് തന്നെയാണ് അവരതിലേക്ക് ഇറങ്ങുള്ളൂ. കാരണം അവരോട് അതിനെക്കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ, അവർ ഇറങ്ങിയ ഏത് ഫീൽഡായാലും അതിനെക്കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഒരു നല്ല ഒരു ഗ്രാഹ്യം അതിനെക്കുറിച്ചിട്ട് അവർക്ക് ഉണ്ടാകും എന്ന് ചുരുക്കം. പിന്നെ ഈ 22 എന്ന ഒരു എനർജിയുടെ പ്രത്യേകത തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞു, അവർക്ക് ലോജിക്കലായിട്ടുള്ള നല്ല എനർജി ഉണ്ടാകും. അപ്പോൾ ഇവരുടെ കൂടെ വർക്ക് ചെയ്യുന്നവർക്കും അധികം കൺഫ്യൂഷൻ വേണ്ട. അവർ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് അവരെ കൊണ്ടുപോകും. അവരെ ഒരു ടീം വർക്കായിട്ട് അവർ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു വലിയ ക്രിയേറ്റീവായിട്ടുള്ള കാര്യം ഇവരെ കൊണ്ട് സൃഷ്ടിക്കാൻ വേണ്ടി പറ്റും. ഈ മാസ്റ്റേഴ്സ് ബിൽഡേഴ്സ് എന്ന് പറയാം 22 എന്നത്. അവർ ഏത് തരത്തിലാണെങ്കിലും അവർ മുകളിലോട്ട് തന്നെ ഘട്ടം ഘട്ടമായിട്ട് കയറി പോകുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള നമ്പർ 2, 11, 22 മാത്രമാണ് ഇന്ന് പറഞ്ഞത്. ഇനി 33 ഉണ്ട്, 44 ഉണ്ട്. അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ സംസാരിക്കാം. അപ്പോൾ നമുക്കിന്ന് പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായി. എന്തായാലും പ്രോഗ്രാമിലേക്ക് വിളിക്കേണ്ട നമ്പർ ഞാൻ ഒന്നുകൂടി പറയാം. 80 86 89 70 30. 80 86 89 70 30. പിന്നെ എന്തെങ്കിലും പേഴ്സണലായിട്ട് കൺസൾട്ടേഷൻ വേണമെങ്കിൽ എന്നെ പേഴ്സണലായിട്ട് കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ 890 482 95 96. ഒന്നുകൂടി പറയാം, 890 482 95 96. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് കൺസൾട്ടേഷൻ വേണമെങ്കിൽ മാത്രം പ്രോഗ്രാമിലേക്ക് വിളിക്കേണ്ടത് ആദ്യം പറഞ്ഞ നമ്പറാണ്. അപ്പോൾ അടുത്തൊരു നല്ല എപ്പിസോഡുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.